ഇന്ന് നമുക്ക് ഇവിടെ ഒരു ഹൽവ ഉണ്ടാക്കാം കേട്ടോ. ഹൽവയുടെ ആദ്യം ഹൽവ ഉണ്ടാക്കിയിട്ട് ഒഴിക്കാനുള്ള പാത്രം നമ്മൾ കുറച്ച് നെയ്യ് തൂക്കി വെക്കുക കേട്ടോ. നെയ്യ് പറ്റി വെക്കുക. അതിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് അണ്ടിന് ഇനി ഹൽവയ്ക്ക് വേണ്ട സാധനങ്ങൾ പറയാം. ഇനി നമുക്കിതിൽ ഒരു കപ്പ് കോൺഫ്ലവർ എടുക്കാം കേട്ടോ. ഒരു കപ്പ് കോൺഫ്ലവർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ കട്ട കെട്ടാണ്ട് ഇളക്കി കൊടുക്കുക. ആദ്യം നമുക്കിത് ഇളക്കുമ്പോൾ ടൈറ്റ് തോന്നിട്ട കോൺഫ്ലവർ ആയ കാരണം പെട്ടെന്ന് കട്ട പിടിക്കുന്ന പോലെ തോന്നും നമുക്ക്. പിന്നെ ഇളക്കി ഇളക്കി ഇളക്കിയാൽ ശരിയാവും. ഇനി നമുക്ക് ഇതിലേക്കൊരു 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കപ്പ് മതി കേട്ടോ പഞ്ചസാര. മറ്റേ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗ്യാസ് കത്തിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതിയേ. ഇത് പഞ്ചസാര നമുക്ക് അലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് കട്ടല്ലാണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കോൺഫ്ലോർ. നമുക്കത് ഫുള്ളിലിട്ട് ഇളക്കാം. കുറുകി കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതില് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാരങ്ങ ഒഴിച്ചു കൊടുത്തു. ഇനി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇതൊരു വിട്ട് വരും. നമുക്കൊരു സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒരു 3-4 സ്പൂൺ മതിയാവും കേട്ടോ. അധികം ഒഴിക്കുന്നവർക്ക് അധികം ഒഴിക്കാം. ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത്രയൊക്കെ മതിയാവും. നമുക്ക് ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് മതി നെയ്യ്. പിന്നെ കുറച്ചൊരു സ്പൂൺ കളറ് ഒഴിച്ചു കൊടുക്കുക. ഹലുവയാകുമ്പോ കളറ് വേണ്ടേ. കുറച്ച് കളർ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയില്ലേ കളർ ഇങ്ങനെ വരുമ്പോ. നമ്മളത് ഡാർക്ക് ചുവപ്പല്ല, കുറച്ചേ ചേർത്തിട്ടുള്ളൂ കളറ്. അതാണ്. കുറച്ചും കൂടി ചേർക്കായിരുന്നെങ്കിൽ ഒന്നും കൂടെ കളർ കിട്ടിയിരുന്നേനെ. ഈ കളറൊക്കെ ചേർക്കാൻ പേടിയാക്കി. അതാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടെ. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ ഇടയിൽ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അതിലൂടെ ഭംഗി കൂട്ടും. അതിലാക്കിയിട്ടോ ഒഴിച്ചു. പെട്ടെന്ന് കൊടുന്ന് ഒഴിച്ചതാണ്. അത് കാരണം കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഏലക്കായപ്പൊടി ഇടുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല അത് ഏലക്കായൊന്നും. ഏലക്കായ വേണമെങ്കിൽ ഒരു വാസനയ്ക്ക് വേണ്ടിയിട്ട് ഏലക്കായോ അല്ലെങ്കിൽ വാനില എസൻസ് എന്തെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഏലക്കായ ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെ ഏലക്കായുടെ ഇത് അലുവയിൽ ഇഷ്ടമല്ല.
ആർക്കും. അപ്പം നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. സെറ്റ് ആവട്ടെ ഹലുവ ഇരുന്നിട്ട്. ശരിയായില്ലേ? ലെവലായില്ലേ? നമുക്ക് എടുത്ത് നോക്കട്ടെ അത് പാത്രത്തിലേക്ക്. ബിബി ആഹാ, സൂപ്പർ അലുവ. അയ്യോ, എപ്പോഴും പുളും പറയുന്ന അലുവ നമ്മുടെ നല്ല സൂപ്പർ അലുവല്ലേ. ഇനി കുട്ടികളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്നൊന്നും മേടിച്ചെടുക്കണ്ട കേട്ടാ. ഇത് എത്ര എളുപ്പം ഉണ്ടാക്കിയത് കണ്ടില്ലേ? ഇതേപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടാ. നല്ല അലുവ എന്താ തൊടുമ്പഴക്ക് തന്നെ കണ്ടില്ലേ? സോഫ്റ്റ്, വായയിലിട്ടാൽ അരിഞ്ഞു പോകുന്ന അലുവ. മുറിച്ച് നോക്കട്ടെ, ഈ കത്തിയോണ്ട് മുറിക്കാൻ പറ്റുമെന്തോ. കണ്ടോ? കണ്ടില്ലേ? നോക്കി നോക്കൂ, ഇത്ര സ്പോഞ്ചാണ്. വായയിലിട്ട് അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാലേ ഒരു വായ്ക്കുള്ളതേ ഉള്ളൂ എന്ന് കഴിക്കാം. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എനിക്കറിയാം എല്ലാവരും കാണുന്നുണ്ട് വീഡിയോ, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പൊ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ കേട്ടോ.